പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇതാ കടന്നു പോവുകയാണ്. രാജ്ഭവനിൽ നിന്ന് കവടിയാറിൽ നിന്ന് നേരെ പാങ്ങോട്ടേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. അദ്ദേഹം ഫ്രണ്ട് സീറ്റിലിരുന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ കൈവീശി കാണിക്കുന്നത് നമ്മൾ വ്യക്തമായി കണ്ടതുമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ കവടിയാർ പല ഭാഗങ്ങളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ആളുകൾ നിന്ന് കൈവീശി കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചരിത്ര മുഹൂർത്തത്തിന് കേരളത്തിൻ്റെ എത്രയോ കാലത്തെ ആ കാത്തിരിപ്പ് സഫലമാകുന്ന ദിവസമാണ് ഇന്ന്. ആ ആഗ്രഹം സഫലീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം രാജ്ഭവനിൽ തങ്ങി. ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം ഡിഫൻസ് ചോപ്പറിൽ അദ്ദേഹം ഈ പദ്ധതി പ്രദേശത്തേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിച്ചേരും. 10:30 അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതും. അതിനുശേഷം അദ്ദേഹം ഒരു 25 മിനിറ്റ് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കും. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും. അതിനുശേഷം അദ്ദേഹം 11:15 മുതൽ 12 മണിവരെ 45 മിനിറ്റ് അദ്ദേഹം പ്രസംഗിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 45 മിനിറ്റത്തെ പ്രസംഗത്തിൽ നമ്മുടെ ഈ വിഴിഞ്ഞം ഇന്ന് യാഥാർത്ഥ്യമാകുന്നുണ്ട് എങ്കിലും പൂർണ്ണമായും നമ്മൾ വന്നിട്ടില്ല. ഇനി നമുക്ക് 2, 3, 4 ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു വലിയൊരു പദ്ധതി പ്രഖ്യാപനമൊക്കെ നടത്തുമോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളക്കര ഒന്നാകെ.